എത്രയോ മനുഷ്യരാണ് ആ സമയത്ത് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയത് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്റെ സമയം എപ്പോഴാണ് എന്ന് പറയാനാവാത്തത്ര നിസ്സാരരാണ് നമ്മൾ. അത്രമാത്രം നിസ്സാരന്മാരാണ് നമ്മൾ. പക്ഷെ എന്തുണ്ട്, ഈ സമയത്തിന് നല്ല മൂല്യമുണ്ട്, മഹത്വമാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ വിദ്യാർത്ഥി ജീവിതത്തിന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഇന്നിപ്പോ ഒരു എപ്ലസ് മുദ്ര എന്നൊരു അവാർഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്ഘാടനം പറഞ്ഞ ഒറ്റ വാക്കുകളിലോ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നന്നായി പഠിക്കുന്നത്. നിങ്ങളത് പാരന്റ്സിന് ഭയങ്കര സ്വപ്നവും പ്രതീക്ഷയുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചെന്ത് ചെയ്തു, ഏറ്റവും നല്ല മാർക്ക് നേടി അവരോടുള്ള ഉത്തരവാദിത്തം നിങ്ങൾ എന്ത് ചെയ്തു, പൂർത്തിയാക്കി. ഇത് മാത്രമേ ഉദ്ഘാടനം പറഞ്ഞ ചുരുങ്ങിയ മാറിയ കുട്ടികളോട് പറഞ്ഞ വാക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനെ നമ്മൾ ജീവിതത്തിന്റെ സ്മരണയായി ഒരു നിബന്ധനയായിട്ട് മനസ്സിലാക്കിയാൽ നന്നായി ചിന്തിക്കുന്ന മനുഷ്യനെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തലത്തിങ്ങനെ കൊട്ടുകൊടുത്ത് അല്ലാഹു എന്ന് ചിന്തിക്കുന്നില്ല മനുഷ്യനെ, എന്നെ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ല മനുഷ്യനെ, എന്നെ കൂടുതൽ ഗൗരവത്തോടു കൂടി നീ വായിക്കുന്നില്ലേ മനുഷ്യ. ഇങ്ങനെ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെയാണ് ചെയ്യുന്നത്, ഒരു വിശ്വാസി സമൂഹത്തെ, മനുഷ്യ വിഭാഗത്തെയാണ് അല്ലാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അഫലായും നീ ചിന്തിക്കുന്നില്ലേ മനുഷ്യ. നീ ബയോളജി പഠിക്കട്ടെ, ഫിസിക്സ് പഠിക്കട്ടെ, ജോഗ്രഫി പഠിക്കട്ടെ, ഭൂമിശാസ്ത്രം പഠിക്കട്ടെ, ഗോളശാസ്ത്രം പഠിക്കട്ടെ, നിന്റെ ചുറ്റിലുമുള്ള ജീവജാലങ്ങളിലേക്ക് നീ കണ്ടുവന്ന് നോക്കുന്നില്ലേ മനുഷ്യ എന്നാണ് റബ്ബ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇത്ര ദീർഘദൂരം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഒരു ജീവിക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്? ഒരു കുഴിമണലിലൂടെ നീ സഞ്ചരിക്കുന്ന സമയത്ത് സ്പീഡ് വളരെ കുറവായിരിക്കും, കാരണം നിന്റെ കാൽപാദം അതിന് ഫിറ്റല്ല. പക്ഷേ ഒരു ഒട്ടകത്തിന്റെ കാൽപാദത്തെ എങ്ങനെയാണ് റബ്ബ് സജ്ജീകരിച്ചതെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? അതിന്റെ പുറമ്പ് എങ്ങനെയാണെന്ന്, അതെങ്ങനെയാണ് വളരെ മനോഹരമായിട്ട് ഊഴിയിൽ നന്നായിട്ട് അമർത്തി ചവിട്ടി മുന്നോട്ട് പോകുവാൻ വേണ്ടി ക്രമീകരിച്ചതെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? എങ്ങനെയാണ് അതിന് ഭക്ഷണവും വെള്ളവും അടങ്ങുന്ന ഒരു സംഭരണി സ്വന്തം മുതുകിൽ കൊണ്ടുപോകുവാൻ മാത്രം വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ശരീരപ്രകൃതി നൽകിയതെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്തിനു ചിന്തിച്ചു നോക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, വായിക്കുന്നില്ലേ, അറിയുന്നില്ലേ എന്ന് പറഞ്ഞാല് ഈ ഇത്തരത്തിലുള്ള പരിപാടികളുടെ പ്രസക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മെ സൃഷ്ടിച്ച റബ്ബ് നമ്മൾ മടങ്ങേണ്ടുന്ന ഒരിടം, ഈ ജീവിതം എന്തിനാണ് എനിക്ക് എന്റെ നാഥൻ നൽകിയത് എന്നുള്ള ചോദ്യം, എന്താണ് എന്റെ ഡ്യൂട്ടി എന്നുള്ള ചോദ്യം, പാരന്റ്സിന് എന്താണ് കുട്ടികളോടും കുട്ടികൾക്ക് എന്താണ് പാരന്റ്സിന് തിരിച്ചു കൊടുക്കേണ്ടതെന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. നമ്മുടെ മുമ്പിൽ നമ്മളിപ്പോ സയൻസ് പഠിക്കുന്നു അല്ലെ, ധാരാളം ക്വസ്റ്റ്യനുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇസ്ലാം എങ്ങനെയാണ് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ സയൻസ് എന്തൊക്കെ ചോദിക്കാം, ഈ സമയം ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന ഒരു സമവാക്യമായിട്ട് അത് പഠിപ്പിക്കും. അത് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് രാസഘടന എങ്ങനെ സ്പ്ലിറ്റ് ആവുന്നത്, ഇതൊക്കെ നമ്മളിങ്ങനെ പഠിക്കാനോ കെമിസ്ട്രിയിലും ഫിസിക്സിലും. ഇങ്ങനെയാണ് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് സയൻസ് പഠിക്കും. പക്ഷേ നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വർഷിപ്പിച്ചതുപോലെ നിങ്ങൾ ഒരു 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 സമൂഹത്തെ നശിപ്പിച്ചു കളയരുത് എന്ന് സയൻസ് പറയുക. അറിയോ? അതിന്റെ രാസഘടന, അതിന്റെ നാമമാത്രമേ പറയൂ. നിങ്ങളൊരു മനുഷ്യ സമൂഹത്തെ നശിപ്പിച്ചു കളയരുതെന്ന് മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും അതിന്റെ ആ പ്രഹരശേഷി മൂലം ജനിതകമാറ്റം സംഭവിച്ച കുഞ്ഞുങ്ങൾ ഇപ്പോഴും അവിടെ ജനിക്കുന്നുണ്ട്. അതിന്റെ അനുഭവം, ദുരനുഭവം ജീവിച്ചു തീർക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും എന്ന് സയൻസ് പഠിപ്പിക്കുക. സയൻസ് എന്നെ പഠിപ്പിക്കും അതിന്റെ സമവാക്യവും അതിന്റെ രാസഘടനയും മാത്രമേ പഠിപ്പിക്കൂ. ഇതാരാണ് പഠിപ്പിക്കും? ഇവിടെയാണ് നമ്മൾ ഹിന്ദുയിസത്തെ കുറിച്ച് പഠിക്കുമ്പോഴേ അല്ലെ, നമ്മളുടെ കൾച്ചറിനെ കുറിച്ച് പഠിക്കുമ്പോഴേ നമ്മൾ എന്തിനാണ് ശാസ്ത്ര
ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുമ്പോഴും എക്സ്ട്രാ ഒന്ന് പഠിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ മനുഷ്യനാവും. അല്ലെ, ഒരു വിശന്ന മനുഷ്യൻ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അപ്പൊ നമ്മളിങ്ങനെ ടിഫിനൊക്കെ ഇങ്ങനെ തുറന്ന് തിന്നാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാ വിശന്ന് വരും. അങ്ങനെ നമ്മുടെ ടിഫിൻ ബോക്സ് ഇങ്ങനെ തുറക്കുമ്പോഴാണ് വേറൊരു മനുഷ്യൻ വരുന്നത്. നിന്റെ സഹപാഠിയോ നിങ്ങളുടെ ക്ലാസ്മേറ്റോ എന്ന് വിചാരിച്ചാൽ ഇയാൾക്കുണ്ട് നല്ല കഠിനമായ വിശപ്പ്, ഫുഡ് കൊണ്ടുവന്നില്ല. അപ്പൊ എന്താണ് ഒരു മനുഷ്യൻ ശാസ്ത്രം അനുസരിച്ച് എന്താ ചിന്തിക്കാൻ? ഈ സമയത്ത് നിനക്ക് ഇത്ര കലോറി ഊർജ്ജം ആവശ്യമുണ്ട്. പ്രോട്ടീനും വൈറ്റമിനും ബിയും അടങ്ങിയ പച്ചക്കറി കൂട്ട ഇതൊക്കെ വെച്ചിട്ടുള്ള ഈ സമീകൃത ആഹാരം നിനക്ക് വേണം. നിന്റെ കോശങ്ങൾ വളർന്ന് വികസിക്കണം, നിന്റെ ഉച്ചയൂണ് ഇങ്ങനെ ആയിരിക്കണം, അതിലൂടെ നിനക്ക് ഊർജ്ജം കിട്ടും, കുറെ സാധനങ്ങൾ കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ നിർത്തണം. ഓക്കെ, മുഴുവനായിട്ട് ഭക്ഷിക്കണം. പക്ഷെ ഇസ്ലാം അതിനെ കുറിച്ച് പഠിപ്പിക്കുക, വിശന്നൊരു മനുഷ്യൻ നിന്റെ ഇടയ്ക്കിലേക്ക് എത്തിയാൽ അതിൽ നിന്നും നീ എന്ത് ചെയ്യണം? കുറച്ച് ഭക്ഷണം അവനും പകുതി നൽകണമെന്നതാണ് ഇസ്ലാമിന്റെ കാര്യം. ഇത് പഠിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്താവുക? യഥാർത്ഥ മനുഷ്യനായിട്ട് മാറുക. അതല്ലെങ്കിൽ എന്താ ചെയ്യുക? സയൻസ് പറയുന്നത് മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ. അപ്പോ സയൻസിനപ്പുറത്ത് ഒരു മനുഷ്യനെ കുറിച്ച്, അവന്റെ ധാർമ്മികതയെ കുറിച്ച് കൂടി എന്തായിരുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നു. അല്ലെ, നീ വസ്ത്രം ധരിക്കണം എന്നത് ചിലപ്പോഴേ സയൻസ് പറയോ? സയൻസ് വസ്ത്രം ധരിക്കണം പറയോ? കാരണം അങ്ങനെ പറയുന്നത് നിയാണ്ടർത്താൽ മനുഷ്യൻ മുതൽ ആദിമ മനുഷ്യർ മുതൽ ഇങ്ങനെ പരങ്ങളിൽ നിന്ന് ഇങ്ങനെ മാറി 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 ഒരു മനുഷ്യനായി മാറിയതാണ്. എപ്പോഴോ ജീവിത സാഹചര്യത്തിൽ അവൻ കുറച്ച് ചുള്ളിക്കമ്പൊക്കെ വെച്ച് നന്നാക്കാൻ ശ്രമിച്ചു. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല വസ്ത്രത്തിന്റെ രൂപാന്തരം ഉണ്ടായതാണ് എന്നാണ് സയൻസ് പറയുക. പക്ഷേ ഒരു സത്യവിശ്വാസിയോട് ഇസ്ലാം പറയും, നീ മറക്കേണ്ടുന്ന ഭാഗങ്ങൾ മറക്കണം, അത് പൂർണ്ണമായും മറക്കണം. അപ്പോഴാണ് നീ സത്യവിശ്വാസിയാവുക. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, എന്റെ മുഖവും മുൻപേയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മറക്കണം. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗ്നയാണ്. അസ്മാ ബീവിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതല്ല, അസ്മാ പറ്റൂല കേട്ടോ, നേരിയ വസ്ത്രമാണ്, അതുകൊണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ നഗ്നയാണ് എന്ന അർത്ഥത്തിൽ വസ്ത്രം ധരിക്കരുത്. വസ്ത്രത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതമായിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഹിജാബിനെ കുറിച്ചും വസ്ത്രത്തെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാം. അപ്പോഴാണ് ആൺകുട്ടികളെ അല്ലെ നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് അതിന്റെ കമ്പനി പേരൊക്കെ കാണുന്ന രീതിയിൽ അടിക്കുപ്പായ ആക്കിയാലെന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് പറ്റില്ല. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, നല്ല സ്റ്റാൻഡേർഡുള്ള സാധനം തന്നെയാണ് ധരിച്ചത്, ഇവിടെ പറ്റൂല എന്ന് ഇസ്ലാം പറയേണ്ടി വരുന്നത്. അപ്പോഴാണ് എന്ന് പറഞ്ഞാല് നമ്മുടെ വസ്ത്രധാരണത്തെ കുറിച്ച്, നമ്മുടെ മാന്യതയെ കുറിച്ച്, അല്ലെ നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ചടക്കം പഠിപ്പിക്കുന്ന ഒന്നിന്റെ പേരാണ് ഇസ്ലാം. അപ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സയൻസും മതവും എന്ന് പറയുന്നത് ഫൈറ്റില്ല. പക്ഷെ ഇത് രണ്ടും എന്താണ്? അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള, പ്രകൃതിയെ കുറിച്ച് നോക്കുവാനുള്ള, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുവാനുള്ള ഒന്നിന്റെ പേര് കൂടിയാണത് ഇസ്ലാമിന്റെ പറയുന്നത്. നമ്മൾ ഈ അടുത്താണ് കലാഭവനിയുടെ അനിയനെ കുറിച്ച് എന്താണ് കേട്ടത്? അനിയനെ വൈറലായ സാധനം ഉണ്ടായിരുന്നു. കറുത്തവനായ ഒരാള് എന്ത് ചെയ്യാൻ പറ്റൂല, ഡാൻസിന് വയ്ക്കുമ്പോ മോഹിനിയാട്ടത്തിന്റെ ഭാവം വരണമെങ്കിൽ ആളെന്തായിരിക്കണം? വെളുത്തവനായ സുന്ദരനായ ആളായിരിക്കണം. ഇതായിരുന്നു ഡിബേറ്റ്. അപ്പൊ കറുത്തവനായ ഒരാളിൽ കളിച്ചാൽ എത്ര മേക്കപ്പെട്ടാലും ചെയ്യണം ഈ മോഹിനിയാട്ടത്തിന്റെ സൗന്ദര്യ രൂപത്തിലേക്ക്, മോഹിനി എന്ന ഒരു പദത്തിലേക്ക് വരില്ല എന്നതായിരുന്നു ആളുകൾ ഡിബേറ്റ് ചെയ്ത ആള് പറഞ്ഞ ഒരു വലിയൊരു നൃത്തകാരി പറഞ്ഞ വാർത്ത. എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നതിനെ കുറിച്ച്, സൗന്ദര്യം എന്നതിനെ കുറിച്ചൊക്കെയും ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്താണ് നമ്മൾ കൂടെ ആലോചിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വളരെ മൈന്യൂട്ടായ കാര്യത്തെ പോലും ഇസ്ലാം വളരെ വിദഗ്ധമായിട്ട് നമ്മളെ പഠിപ്പിക്കണം. അതാണ് ഇസ്ലാം. എത്തരത്തിലെന്ന് ചോദിച്ചാല് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ ഒരു ആയത്തുണ്ട്. നമ്മൾ തോന്നി ഇത്രയൊക്കെ നമ്മൾ സൂക്ഷിക്കാത്ത, മീൻസ് ഇത്രമാത്രം മൈന്യൂട്ടായ ഒരു കാര്യം അത്രയൊക്കെ മനോഹരമായിട്ടാണ് നമ്മളോട് പറയുന്നത്. മകന് കൊടുക്കുന്ന ഉപദേശം അദ്ദേഹത്തിന് മകന് കൊടുക്കുന്ന കുറേ ഉപദേശം വളരെ ഇത്രക്കേ ഉള്ളൂ. പക്ഷെ ഓരോ ഉപദേശത്തിലും പ്രത്യേകിച്ച് നമ്മുടെ രക്ഷിതാക്കൾ വീണ്ടും വീണ്ടും വായിക്കേണ്ടുന്ന കാര്യമാണ്.
എന്റെ കുഞ്ഞുമോനെ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്റെ കരളെ, എന്റെ കരളിന്റെ വിഷമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിനയ്യ, എന്റെ കുഞ്ഞുമോനെ എന്നതാണ് അഭിസംബോധന. കുട്ടികൾ എങ്ങനെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടത് എന്നിടത്ത് നിന്നും എന്ത് ചെയ്യുന്നു? അധ്യാപനം തുടങ്ങും. അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയിരുന്നിട്ട് ഒരിടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിചയപ്പെടുന്നത് ലാ തുസഖിറ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർദി മറഹ. ലാ തുസഖിറ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർദി മറഹ. എന്താണ് തുസഖിറ ഖദ്ദക ലിന്നാസി എന്ന് പറഞ്ഞാൽ? എന്റെ മോനെ, നീ നിന്റെ കവിൾത്തടത്തെ ഒരു മനുഷ്യനെ തൊട്ടും തിരിച്ചു കളയരുത്. ചെറിയ കാര്യം നോക്ക്. മനുഷ്യൻ ഉട നന്നാക്കുന്ന ആള് ചെരുപ്പ് കുത്തിയായ മനുഷ്യന് എന്റെ തലോ പോലെ എന്റെ തറവാട്ട് മഹിമയില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, സമ്പത്തില്ലാത്ത ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യണമെന്നില്ല, അത്രക്കൊന്നും അങ്ങോട്ട് പരിഗണിക്കേണ്ടതില്ല എന്നൊരു മനുഷ്യനെ കുറിച്ചും നീ കരുതരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വളരെ മൈന്യൂട്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു ചെറിയ ചലനത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരത്തോടുകൂടി ഭൂമിയിൽ നടക്കുകയും ചെയ്തത്. നീ ഒരു മനുഷ്യനെ നിസ്സാരമായി കാണരുത്. അങ്ങനെ വർഷത്തിലൊക്കെ നിൽക്കുമ്പോഴേ പിന്നെ അല്ലേ, ഒരു വയസ്സായ ഒരു ഉമ്മ മോനെ മോളെ യൂണിവേഴ്സിറ്റിയിലേക്ക് അവസ്ഥപ്പെടാൻ വളരെ കാരുണ്യത്തോടു കൂടി മറുപടി പറയാനുള്ളതാണ് ഇതിന്റെ അവസ്ഥ അല്ലേ. ഒരു ചാക്ക് കെട്ടി ഇങ്ങനെ പൊക്കാൻ വേണ്ടി ഇങ്ങനെ ഇടങ്ങാറായിരിക്കുമ്പോഴേ നിങ്ങൾ അവിടെ ലജ്ജാലുക്കളാവുകയല്ല വേണ്ടത്. നിങ്ങൾ കാരുണ്യത്തോടു കൂടി അവരെ പെരുമാറണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഇസ്ലാം പറയുന്നത്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് മോനോട് പറയുന്നത് പിന്നെ ഒരു ഉപദേശമാണ്. മോനെ, നീ ഒരു കാര്യത്തെ ആകാശത്തിനിടയിലോ അല്ലെ, നീ ഒരു കാര്യത്തെ ആകാശത്തിലോ ഭൂമിയിലോ പാറക്കെട്ടിനിടയിലോ നീ ഒളിപ്പിച്ചു വെച്ചാൽ അത് അല്ലാഹു മുമ്പിലുണ്ടോ? വലിയ പാറക്കെട്ടിനിടയിലെ ഒരു കടുകുമണിയെ കുറിച്ച് നിങ്ങൾ എങ്ങനെ കാണാൻ? അത് ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അതങ്ങോട്ട് അള്ള ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരും കേട്ടോ എന്നതാണ് മകന് കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, സുന്ദരനായ യൂസുഫിനെ കുറിച്ചാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് അല്ലെ. സുന്ദരനായ യൂസുഫ്, അതുകൊണ്ടാണല്ലോ സുഖനായ സുന്ദരനായ യൂസുഫ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നോക്കി നിന്നെടുത്തുനിന്ന് പച്ചക്കറി അരിയേണ്ടത് കയ്യില് മുറിഞ്ഞ് ചോര വന്ന് പോയി. അത്രമാത്രം മൊഞ്ചുള്ള യൂസുഫ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെയാണ് ആ സമയത്ത് പറയുന്നത് എന്ത്, പ്രഭുവിന്റെ ഭാര്യ അല്ലെ, ഞാനും നീയും തമ്മില് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലേ ഞാൻ പറയുന്ന അടുത്തേക്ക് നീ വന്നാൽ ഞാൻ എന്തും ഓഫർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവരെ നേരിലേക്കാണോ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനേക്കാളും എനിക്കിഷ്ടം ആ ജയിലറകളാണ് എന്ന് പ്രഖ്യാപിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിനെ. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ജയിലറയാണെന്നറിയാം, ഭക്ഷണം മര്യാദക്കുണ്ടാവില്ല, ഉറക്കം നന്നായി നടക്കില്ല, പുറം കാഴ്ചകൾ കാണാൻ പറ്റില്ല, സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, എനിക്കെന്റെ സ്വതന്ത്രമായ പിന്നെ എന്റെ യാത്രക്ക് സാധ്യമല്ല എന്നൊക്കെ എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇവരെ നേടുന്നതിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് നീ എനിക്ക് വിധിക്കുന്ന ആ ജയിലറകളാണ് എന്ന് പറയുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാല് നിങ്ങൾ പറയുന്ന ധാർമ്മികത അല്ലെ, ഇവറിസം പറയുന്ന ധാർമ്മികത, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മികതയ്ക്കപ്പുറത്ത് ഒരു വലിയ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മറിയം ബീവിയെ കുറിച്ച് പറയുമ്പോൾ ആരാണ് മറിയം? നമ്മൾ വെറുതെ മറിയമ്മ വായിച്ചപ്പോഴല്ലോ അല്ലെ, മറിയം ബീവിയെ കുറിച്ച് വായിക്കുമ്പോഴേ ഇമ്രാന്റെ പുത്രിയാണ് മറിയം. പ്രാർത്ഥനാനിരതയായിരിക്കുന്ന മറിയം ബീവിയുടെ അടുക്കൽ ഇങ്ങനെ ഫ്രൂട്ട്സും ഭക്ഷണമൊക്കെ കാണുമ്പോൾ സക്കരിയായി ചോദിക്കുന്നു, മറിയമേ ഇവിടുന്ന് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ സമ്മാനമായിട്ട് മലക്കുകൾ മറിയം ബീവിക്ക് പ്രാർത്ഥനയിലിരിക്കുന്ന മറിയം ബീവിക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുകൊടുക്കുക. അപ്പോഴാണ് മറിയം ബീവി ഒരു സമയത്ത്
സമയത്ത് മലക്ക് വന്ന് പറയുന്നത്, മറിയം നീ പ്രഗ്നന്റ് ആവുമോ, എനിക്ക് കുഞ്ഞു ജനിക്കും. കല്യാണം കഴിയാത്ത മറിയം, ഒരു തെറ്റിനെ കുറിച്ച് ആലോചിക്കുക കൂടി ചെയ്യാത്ത മറിയമിനോടാണ് മലക്ക് വന്നിട്ട് പറയുന്ന, മറിയമേ നീ ഗർഭിണിയോ, നീ പ്രഗ്നന്റ് ആവോ, നീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിന് ഒരു കുഞ്ഞു ജനിക്കും. അപ്പൊ പറയുന്നത്, എന്നെ ഒരു പുരുഷന് സ്പർശിച്ചിട്ടില്ലല്ലോ, എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞു ജനിക്കുക? ഞാൻ അങ്ങനത്തെ ദുർനടപ്പുകാരിയല്ല. മനസ്സുകൊണ്ട് പോലും തെറ്റ് ചിന്തിക്കാത്ത പ്രാർത്ഥനാനിരതയായിട്ട് പള്ളിയിലേക്ക് നേർച്ച നേർന്ന ഇമ്രാന്റെ പുത്രി മറിയമാണ് പറയുന്നത്, അപ്പൊ എങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് മലക്ക് പറയുന്നത്, റബ്ബ് എന്താണോ കൽപ്പിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യും. റബ്ബ് എന്താണോ തീരുമാനിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈസാ നബി അലൈഹിസ്സലാമയെ ഒരു പ്രവാചകൻ എന്ത് ചെയ്യുന്നത്? മറിയം ബീവി ആലോചിച്ച് നോക്കുക. മറിയം ബീവി ആ സമയത്ത് അനുഭവിച്ച തീക്ഷ്ണമായ പരീക്ഷണത്തിന്റെ ആ ഒരു വാദനങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. യുവതിയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, ചെറുപ്പക്കാരിയാണ്, വലിയൊരു തറവാട്ടിൽ ജനിച്ച സത്യവിശ്വാസികളായ മാതാപിതാക്കൾക്ക് ജനിച്ച മറിയമാണ് ഒരു സുപ്രഭാതം. അതുകൊണ്ടാണ് മറിയനെ നമുക്ക് മറിയമ്മിയുടെ പ്രാർത്ഥന കാണാൻ പറ്റും. അതുകൊണ്ടാണ് മറിയമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയൻ മൻസിയ. ഇങ്ങനൊരു മറിയം തന്നെ ഭൂമിയിൽ ജനിക്കാത്തവണ്ണം നീ എന്നെ മണ്ണിലേക്ക് ആഴ്ത്തിയിരുന്നെങ്കിൽ, എന്നെ ഈ മറിയം എന്ന പേര് തന്നെ എല്ലാവരും മറന്നു പോയിരുന്നെങ്കിൽ, യാ ലൈതനി എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് മറിയം പ്രാർത്ഥിക്കുന്നത്. കാരണം തീക്ഷ്ണതയുടെ അങ്ങനെ സങ്കടപ്പെടട്ടെ, വിഷമിക്കട്ടെ, നിന്റെ കുഞ്ഞു തോട്ടിൽ നിന്ന് സംസാരിക്കുന്ന നീ ഇങ്ങനെ ഈത്തപ്പഴമാണ് കുഴുപ്പു, നിനക്കിട ഈത്തപ്പഴങ്ങൾ, നിനക്കിട അരുവിൽ നിന്ന് മനോഹരമായ വെള്ള, നീ കുടിക്കൂ, നീ ഭക്ഷിക്കൂ, നീ സങ്കടപ്പെടലേ മറിയമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ ചരിത്രങ്ങൾ കുറെ മനുഷ്യരുണ്ട്, കുറെ ചരിത്ര പുരുഷന്മാരുണ്ട്, കുറെ ചരിത്രത്തിലെ സ്ത്രീകളുണ്ട്, അതിൽ കുറെ ദൃഷ്ടാന്തങ്ങളുണ്ട്, അതിൽ കുറെ സമൂഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ മനുഷ്യ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനായ നമ്മളല്ലേ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മുടെ കൂട്ടുകാർ പല സംശയങ്ങളും നമ്മളോട് ചോദിക്കും. എന്തിനാണ് ഇങ്ങനെ ആൺകുട്ടികളൊന്നും നട്ടെടുത്തിട്ടില്ല, നിങ്ങൾക്ക് അവരുടെ മുടി കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നു, നിങ്ങളെ മുടി കണ്ടിട്ട് എന്തെങ്കിലും തോന്നുമോ ആൺകുട്ടികൾക്ക്? അല്ലേ, എന്തിനാണ് ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ നിന്റെ ഹിജാബിനെ നിങ്ങളുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണമെന്ന് പറഞ്ഞാല് എന്തിനാണ്? ഞാൻ ഇട്ടിട്ടില്ല. എപ്പോഴാണ് നിങ്ങളുടെ ഒരു വർഷം മാത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് ചില ചിന്തകൾ നമ്മളിലേക്ക് മെല്ലെ മെല്ലെ ഇൻജക്ട് ചെയ്യപ്പെടുന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കാം. മുമ്പ് ലിപ്സ്റ്റിക് ഇടുന്നത് എന്ന് പറയുന്നത് ഒരു അടങ്ങറിയില്ല, നല്ല ഫാഷൻ ഗേൾസ്, കുറെ മോഡേൺ ഗേൾസ് ഇരുന്ന അത്രത്തിൽ. ഇപ്പൊ പറഞ്ഞാലോ അത് സർവ്വസാധാരണമായ ഒന്നായിട്ട് വേറെ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളോട് ചോദിച്ചിട്ട് മക്കളെ ലിപ്സ്റ്റിക് ഇടുന്നത് കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് അല്ലേ. കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ പിന്നെ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ജീൻസിന്റെ പാന്റ് ടീഷർട്ട് തിരഞ്ഞെടുക്കുന്നത്? കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. ഈ ആൺകുട്ടികൾ കോൺഫിഡൻസിന് വേണ്ടി ചുരിദാർ കാണിക്കുന്നുണ്ടോ? എന്താ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഫാഷന് ചുരിദാർ ഇട്ടായിരിക്കുന്നത്? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ഏത് വസ്ത്രം ധരിക്കണം? ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കണമെന്ന് ആരാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്? അപ്പോ ചില ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് ജെൻഡർ കക്കൂസുകളെ കുറിച്ചാണ്. നിങ്ങൾ വായിച്ചോന്നറിയില്ല, ലണ്ടൻ കോളേജിലാണോ മഹാരാജാസ് കോളേജിലാണോ പുതിയ ജെൻഡർ കക്കൂസ്, മഹാരാജാസ് കോളേജിൽ ജെൻഡർ കക്കൂസുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കക്കൂസുകളെ കുറിച്ച് ഭയങ്കര പ്രയോഗമെന്നാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ആയ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വാദം. അതുകൊണ്ട് വേറെ വേറെ ടോയ്ലറ്റ് എന്തിനാണ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും, വേറെ വേറെ എന്തിനാണ് ഹോസ്റ്റൽ റൂമുകൾ, ക്യാമ്പസിൽ പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങളും ഈ അഭിമുഖീകരിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഹിജാബ്, എന്തുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് ഹിജാബ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ കൈയിടണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ആൺകുട്ടികൾക്കും വളരെ വളരെ ടാറ്റൊക്കെ കൊണ്ട് സുഖമായി കഴിയിരിക്കുന്നതാണ്? എന്തിനെ നിങ്ങൾക്ക് മാത്രം വേണ്ടത് നമ്മളിലേക്ക് ഉന്നയിക്കുന്നത്? നിങ്ങൾ തന്നെ നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ്. ജെൻഡർ ഡൈമോർഫിസം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തോ. അത് നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ്
പെൺപക്ഷി ഇങ്ങനെ മുട്ടക്കിങ്ങനെ അടയിരിക്കുന്നുണ്ട്. ആൺപക്ഷി ഇടക്കിടക്ക് വരുമ്പോ സമ്മാനം ഉണ്ടാകുന്നത് നല്ല കുഞ്ഞി പുഴുവോ ചെറിയ പാറ്റയോ എന്നിട്ട് ആരുടെ വായിൽ കൊടുക്കും? പെൺപക്ഷീന്റെ വായിൽ. എന്നിട്ട് ഇടക്കുണ്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് പെൺപക്ഷിക്ക് തോന്നുന്നു. പെൺപക്ഷമല്ലേ എഴുന്നേറ്റ് വെക്കുക. അപ്പൊ ആരും വന്നുകൊണ്ടിരിക്കും. മുട്ടക്ക് ചൂടാവശ്യമാണ്, അത് വളരെ സേഫ് ആയിരിക്കണം. അച്ഛൻ കുറച്ച് സമയം, ആൺപക്ഷി കുറച്ച് സമയം അതിന്റെ മുകളിൽ. കുറച്ച് കഴിഞ്ഞ് പിന്നെ പെൺപക്ഷി പിന്നെയും വരും. അപ്പോഴെന്ത് ചെയ്യും? ആൺപക്ഷി പിന്നെയും പോകും ജോലിയായ. നമ്മുടെ പക്ഷി ഗവേഷണത്തിൽ PhD ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ജോലിയാണ്, ഒരു ഡോക്ടറാണ്. പ്രധാന വിഷയം പക്ഷിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞത് നല്ല ഇതിനേക്കാൾ മനോഹരമാണ് പക്ഷി ലോകത്തെ ഈ ജെൻഡറുകളെ കുറിച്ച് നമ്മളെ പഠിച്ചാൽ. ആൺപക്ഷി ആദ്യം എന്ത് ചോദിച്ചു എന്ന് ചോദിച്ചാൽ പെൺപക്ഷിയെ കൂട്ടിക്കൊണ്ടൊരു കൂട് കളഞ്ഞിട്ടുണ്ട്. ആൺപക്ഷി ഉണ്ടാക്കിയ കൂടെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണത് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. മഹർ എന്താണ്? കൂടാണ്. ഓക്കെയാണോ? ഓക്കെയാണ്. നിങ്ങൾക്ക് ആൺമയിലുകൾ കേട്ടല്ലോ, നല്ല മഞ്ചാർക്ക് ആൺമയിലാണ് പെൺമയിലാണ്? ആൺമയില് അല്ലേ? ആൺമയിൽ എന്തിനാണ് ഡാൻസ് ചെയ്യുന്നത് എന്നത് പക്ഷി ഗവേഷകരായി പറയുന്നത്. ആൺമയിലിന്റെ ഡാൻസ് കണ്ടിട്ടാണ് പെൺമയിലുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടേണ്ടത്. നമ്മുടെ അവരൊരു കപ്പിളായിട്ട് ജീവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ജെൻഡർ ഡൈമോർഫിസം എന്ന് പറയുന്നതിന്റെ വിശദീകരണത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങൾക്ക് വ്യത്യസ്ത ഡ്യൂട്ടികൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് തന്നിട്ടുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. പക്ഷെ ലിബറലിസം അതല്ല, അത് അത്ര പെട്ടെന്ന് അംഗീകരിച്ചു തരില്ല. നിങ്ങളുടെ സെക്ഷലി, ഇമോഷണലി, അനാറ്റമി, ഫിസിക്കലി നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമാണ് എന്നതാണ് ഇസ്ലാമിന്റെ കണ്ടുപിടുത്തവും ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തവും. പക്ഷെ അങ്ങനെ എന്തെയില്ല. ശാസ്ത്രം അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ, ഭക്ഷണം എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആറ്റം ബോംബിന്റെ രാസനാമം പഠിപ്പിക്കും. ഇതിരുന്ന് ബോംബ് ആരുടെ മേലും വർഷിക്കരുത്, ഒരു മനുഷ്യനെയും അന്യായമായി നിങ്ങൾ കൊന്നുകളയരുത് എന്ന് പഠിപ്പിക്കൂല. ശാസ്ത്രം പഠിപ്പിക്കുക, അത് പഠിപ്പിക്കൽ ഇസ്ലാമാണ്. നിങ്ങൾ ഫിസിക്കലി അനാറ്റമി വ്യത്യസ്തരാണ് എന്ന് പറയുന്ന അതേ ഇസ്ലാം നിങ്ങളെ സൃഷ്ടിച്ച, അമ്മയെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ ഇമോഷൻ അത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവൻ നിന്നെ നോക്കുന്നത് പോലെയല്ല, നീ അവനെ നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഹോർമോൺ ചേഞ്ചസ് പറയണല്ലോ. ആരെങ്കിലും ഒന്ന് പറയണല്ലോ അല്ലേ? നിങ്ങളുടെ നോട്ടവും അവരുടെ നോട്ടവും സെയിം അല്ല. അതുകൊണ്ടാണ് നിനക്കും അവർക്കും നിശ്ചയിച്ചു തന്ന വേഷവിധാനം ഒരുപോലെയാവാൻ. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും കുറിച്ച് പറയുമ്പോൾ എന്ത് പറയുന്നു? എന്ന് പറഞ്ഞ അതേ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ നിങ്ങൾ കുഞ്ചുക്കളെ സംസാരിക്കരുത് എന്ന് സ്ത്രീകളോട് പറയുന്നത്. അത് ആൺകുട്ടികളിൽ രോഗമുള്ള അവസ്ഥയിൽ നിന്ന് അവരുടെ രോഗം മോചിച്ചേക്കാം. അതുകൊണ്ട് തന്നെ എന്തെന്ന് ചോദിക്കും, എന്നിട്ടുണ്ടായി അല്ലേ, എന്താണ് പറയുന്നത് അസൈൻമെന്റ് ആ പാഠഭാഗം എടുത്തല്ലോ. എന്താണ് അതിന്റെ വിശദീകരണം? നിങ്ങൾ വ്യക്തതയോടെ സംസാരിക്കുക, നിങ്ങൾ ഗൗരവത്തോടുകൂടി സംസാരിക്കുക. നോക്ക്, ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റിയെ, ഒരാണിന്റെയും അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അവരെ നിങ്ങൾ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങളുടെ പെരുമാറ്റം ഉണ്ടാവരുത്. അവരെയും നിങ്ങൾ അക്രമത്തിലേക്ക് തള്ളിവിടരുത്. അവരുടെയും സംസാരത്തിലും നോട്ടത്തിലും ശ്രദ്ധിക്കണം. ആകെ അവരോടാണ് പറയുന്നതാണ് പെൺകുട്ടികളോടും ഈ വിഷയത്തിനെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആത്മാഭിമാനത്തോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിക്കണം. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പെരുമാറ്റ വിധത്തിലെ ഇസ്ലാമിന്റെ മര്യാദകളെ കുറിച്ച് നമ്മൾ അറിയണം. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം എന്നതാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന പല ഡിബേറ്റുകളും ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ കൺസെപ്റ്റിനെ എന്ത് ചെയ്യുന്നു? വളരെ വികൃതമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിൽ ധാരാളമായിട്ട് വരുന്നത്. കോൺഫിഡൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കറുത്ത ഒരു മനുഷ്യന് കോൺഫിഡൻസ് ഉണ്ടാവാത്ത വിധം പൊതുസമൂഹം സംസാരിക്കുമ്പോഴാണ് എന്താ പറയുന്നത്? നിങ്ങൾ വെളുപ്പുള്ളവളാണ്, അതാണല്ലോ കേരളത്തിന്റെ പണ്ടത്തെ പിന്നെ ആ പരസ്യം എന്ത് ചെയ്തു? അവർ എന്തെങ്കിലും പരസ്യം കാത്തിരിക്കുന്നു, സങ്കടത്തിലേക്ക്, കല്യാണത്തിന് പോകില്ല, ഫംഗ്ഷന് പോകില്ല, ജോലിക്ക് കിട്ടുന്നില്ല.
പിന്നെ ഇങ്ങനെ മെല്ലെ 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 വെളുത്ത് വരുമ്പോഴാണ് കല്യാണം റെഡിയാകുന്നത്, കല്യാണത്തിന് പോകാൻ തുടങ്ങുന്നത്, ഫംഗ്ഷന് പോകാൻ തുടങ്ങുന്നത്, ജോലിയിൽ സെറ്റാണ്. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെളുക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് വിരുദ്ധമായിട്ട് നിങ്ങൾ ആരാവട്ടെ, നിങ്ങളുടെ ശരീരത്തിലേക്കല്ല റബ്ബ് നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. നിങ്ങൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരാരാണോ അവർക്കാണ് റബ്ബിന്റെ അടുക്കൽ പൊസിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് മുച്ചുണ്ടോ, നിങ്ങളുടെ എവിടെ പാടുണ്ടോ, ഇവിടെ വലിയ മറവുണ്ടോ, ഇതൊന്നും റബ്ബിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നിങ്ങൾ ആരാണ് ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നത് എന്നിടത്താണ് റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് പലതും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതുകൊണ്ടല്ലേ ബിലാൽ ഇബ്നു റബാഹയെ കുറിച്ച് പറയുന്നത്, അല്ലെ, പേർഷ്യക്കാരനായ സൽമാൻ ഫാരിസിയും ഖുറൈശിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്യോപ്യക്കാരനായ ബിലാൽ ഇബ്നു റബാഹയെയും ഒരു നൂലിൽ ഇങ്ങനെ കോർത്തിണക്കി എന്നൊരു പേര് കൂടിയാണത് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരൊറ്റ നൂലിൽ കോർക്കുമ്പോഴും അവരുടെ ഈമാനിനെ കുറിച്ചും തഖ്വയെ കുറിച്ചുമാണ് ഇസ്ലാം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് യാ ബിലാൽ, ബിലാലിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യമാണ്. ആദ്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു കാണാൻ പോകുന്ന ചരിത്രം നിങ്ങൾ അറിയില്ലേ? ബിലാൽ ഇബ്നു റബാഹ എന്ന് പറയുന്ന കറുത്ത കഫിലിയായ മനുഷ്യൻ, ഹൃദയത്തിനെ ചുരുണ്ട് കിടക്കുന്ന, എന്നും ഒട്ടകത്തിന്റെ മൂത്രത്തിന്റെ ചൂടുള്ള മനുഷ്യനാണ് ബിലാൽ. കാരണം അടിമയാണ്, എന്നും അടിമപ്പാളയത്തിലാണ് ബിലാലിന്റെ ജീവിതം. സ്വതന്ത്രരല്ലാത്ത ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന എല്ലാവിധ തിക്ത യാഥാർത്ഥ്യങ്ങളും ഒരിക്കലും സ്വാതന്ത്ര്യം സ്വപ്നം കാണാൻ പറ്റാത്ത ബിലാലാണ് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. എല്ലാവരും പ്രവാചകനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അധികമുള്ളത് ദരിദ്രരും അടിമകളുമായ മനുഷ്യനാണ്. ആ മുഹമ്മദ് വിളിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിലേക്ക്, ആ കൺസെപ്റ്റിലേക്കാണ് പ്രവാചകൻ നമ്മെ എല്ലാവരെയും വിളിക്കുന്നത്. അങ്ങനെയാണ് ബിലാൽ തീരുമാനിക്കുന്നത് കണ്ടാലാണ്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ബിലാൽ ഇബ്നു റബാഹ പോകുന്നത്. മനോഹരമായ ചരിത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ പോകുമ്പോൾ പ്രവാചകനെ കാൽപ്പാടിന്റെ ശബ്ദം കേട്ട് ചോദിക്കുന്നത് ആരാണത്? നമ്മളോട് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫാത്തിമ, നൗറീൻ, സുമയ്യ, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അങ്ങനെ നമ്മൾ മറുപടി പറയും. പക്ഷെ ബിലാൽ പറയുന്നത് ഞാൻ ഉമ്മയ്യത്തിന്റെ അടിമ. പേരിൽ എപ്പോഴാണ്, എന്റെ ഐഡന്റിറ്റിക്ക് എപ്പോഴാണ് ഒരു പ്രസക്തി ഉണ്ടാവുക?